Namaste my dear friends, welcome to the new video of Bhutan, the land of happiness part 5. രാവിലെ പാറോയിലുള്ള ടൈഗർ നെസ്റ്റ് കാണാനാണ് നമ്മൾ പോകുന്നത്. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ടൈഗർ നെസ്റ്റിലോട്ട് പോകാൻ പോവാണ്. ഒരു ലൈവ് വോയിസ് കൊടുക്കാമെന്ന് കരുതി, ബട്ട് ഫ്രണ്ട്സ് എനിക്ക് പറ്റുന്നില്ലായിരുന്നു. കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ എനിക്ക് ശ്വാസമെല്ലാം പോയി. ടൈഗർ നെസ്റ്റ് അല്ലെങ്കിൽ തക്ഷങ് മൊണാസ്ട്രി ഇസ് വൺ ഓഫ് ദ ഫേമസ് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ആണിത്. ഇതിൻ്റെ ട്രക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിയലി ചലഞ്ചിങ് വൺ ആയിരുന്നു. ഇതിൻ്റെ ടോട്ടൽ ഇതിൻ്റെ റൗണ്ട് ട്രിപ്പ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 6 to 8 kilometers ആണിത്. നോർമലി 4 മുതൽ 5 മണിക്കൂർ വരെ എടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ രാവിലെ 9:30 സ്റ്റാർട്ട് ചെയ്തു. അവിടെ എത്തിയത് ഉച്ചയ്ക്ക് 1 മണിക്കാണ് അവിടെ എത്തിയത്. കാരണം നമ്മൾ ഇടയ്ക്ക് ബ്രേക്സ് എടുത്താണ് പോയത്. നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസ് ഓഫ് ദ മൗണ്ടനിൽ നിന്നാണ് ഈ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയാണെങ്കിൽ പാർക്കിംഗ് ലോട്ടിൻ്റെ ഒരു കഫറ്റീരിയ ഉണ്ട്. അവിടെ ഉള്ളത് തന്നെയാണ് ഈ കഫറ്റീരിയ. കാരണം മേലോട്ട് പോകുമ്പോൾ ഒരു ഷോപ്സോ ഒന്നും അവിടെ ഉണ്ടാവില്ല. ഇത് ഒരു ചലഞ്ചിങ് ആണെന്ന് പറയാൻ കാരണം ഇത് അവിടുത്തെ സ്റ്റീപ്പും പിന്നെ അതുമാത്രമല്ല ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഹൈക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് പലർക്കും അവിടെ വെച്ചുണ്ടായി. എനിക്ക് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് ശ്വാസമൊക്കെ ഒത്തിരി കിട്ടിയില്ല. അത് കാരണം നമ്മൾ ഫ്രീക്വൻറ്റ് ബ്രേക്ക് എടുത്താണ് നമ്മൾ പോയത്. ഇതേ നമുക്ക് അവിടെയാണ് എത്തേണ്ടത്. സോ ഒത്തിരി നടക്കാനുണ്ട്. എപ്പോഴും ഇറ്റ്സ് എന്താ പറയുക, ടൈമിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഇറ്റ്സ് അഡ്വൈസബിൾ ടു സ്റ്റാർട്ട് ഏർലി മോർണിംഗ്. സോ ഇത്രയും നമ്മൾ ടയേർഡ് ആവത്തില്ല. ഏർലിങ് ഒരു 6 o'clock സ്റ്റാർട്ട് ചെയ്താൽ ഒരു 10-10:30 ആകുമ്പോൾ നമുക്ക് തിരിച്ച് മൊണാസ്ട്രി വിസിറ്റ് ചെയ്തിട്ട് തിരിച്ച് വരാൻ പറ്റും. പിന്നെ എന്താ, ഇവിടെ ഭൂട്ടാനിലെ ഏത് സ്ഥലത്ത് പോയാലും ഗൈഡ് മസ്റ്റാണ്. അല്ലാതെ ഗൈഡ് ഇല്ലാണ്ട് നമുക്ക് ഒരിടത്തും വിസിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ ടൈഗർ നെസ്റ്റ് വിസിറ്റ് ചെയ്യാൻ ഉള്ള പെർമിറ്റും കാര്യങ്ങളും നേരത്തെ തന്നെ ഗൈഡ് അവിടെ പോയി എടുത്തിരിക്കണം. അല്ലാതെ അവിടെ വന്നിട്ട് നമുക്കൊന്നും എടുക്കാനുള്ള ഇറ്റ്സ് നോട്ട് പോസിബിൾ. പിന്നെ പോകുന്നവരോട് ഒരു ടിപ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പോയി കഴിഞ്ഞവരുടെ ഒരു ടിപ്സ് എന്ന് പറയാനാണെങ്കിൽ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, ഫ്രീക്വൻ്റ് ആയിട്ട് ബ്രേക്സ് എടുക്കുക. കാരണം നമ്മൾ 1 മണിക്കൂർ നമ്മുടെ ട്രെക്കിംഗ് തുടങ്ങി 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വെള്ളം ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ കഴിഞ്ഞു. സോ അത്യാവശ്യത്തിനുള്ള വെള്ളം കരുതുക. ഈ ഡ്രൈ ഫ്രൂട്ട്സ് നല്ലതാണ്, കുറച്ചും കൂടെ നമുക്കൊരു എനർജി കിട്ടും. അത്യാവശ്യത്തിന് അതും കരുതുക. ഫ്രീക്വൻ്റ് ആയിട്ട് ബ്രേക്സ് അത് മസ്റ്റാണ്. ഒറ്റയടിക്ക് ആർക്കും നടന്നു പോകാൻ പറ്റത്തില്ല. നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു ടീം, അവർ കുറേ ലേഡീസായിരുന്നു, അവരും ക്വിറ്റ് ചെയ്ത് പോയി. അപ്പോൾ നമ്മളും ഭയന്നു നമുക്ക് അങ്ങനെ പോവേണ്ടി വരുമെന്ന്. പക്ഷേ നമ്മൾ മുന്നോട്ട് പോയി. അപ്പോഴാണ് ഇദ്ദേഹത്തെ കണ്ടത്. ഇതൊരു 75+ ഉണ്ട് ഈ അപ്പൂപ്പന്. പുള്ളിതാ എന്താ പറയുക, ഇന്ന് സ്മാർട്ടായിട്ട് കയറി പോകുന്ന കണ്ടപ്പോൾ നമുക്കതൊരു പ്രചോദനമായിരുന്നു. അതുമാത്രമല്ല, ഈ ട്രക്കിംഗ് കഴിഞ്ഞ് തിരിച്ച് വരുന്നവർ നമുക്ക് ഒത്തിരി മോട്ടിവേറ്റ് ചെയ്യും. ലൈക്ക് നിങ്ങളെ കൊണ്ട് പറ്റും, ക്വിറ്റ് ചെയ്യരുത്, പോകരുത് എന്നൊക്കെ ഒത്തിരി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതൊരു മോട്ടിവേഷനിൽ നമ്മളങ്ങ് കുറച്ചും കൂടെ സ്പീഡിൽ നടക്കും. ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്നതാണ്. അവിടെ ഭഗവാൻ എന്തോ സമർപ്പിക്കുന്ന ഒരു കാര്യങ്ങളാണ്, കുറച്ച് സ്റ്റാച്യൂസ് പോലത്തെ എന്തെങ്കിലും. ഈ സ്റ്റെപ്പ് കയറി പോകുമ്പോഴാണ് ഇത് ഓൾമോസ്റ്റ് നമ്മൾ എത്താറായിട്ടുണ്ട്. അവിടെ നമുക്ക് ഒരു പ്രത്യേകതരം ഒരു കാര്യം കാണാം. അവിടെ ദൈവത്തിന് സമർപ്പിക്കാനായി പലരും കൊണ്ടുവെക്കുന്നത് ലേസ്, ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെയാണ്. അല്ലാതെ കാണിക്ക വഞ്ചിയിൽ ഇടുന്നതുണ്ട്. അതൊരു ആൾക്കാർ വെക്കുന്നത് മറ്റേ അടുത്ത വരുന്നവർ അത് എടുത്തു പോവാറുണ്ട്. അങ്ങനെ ഒരു സമ്പ്രദായം നമ്മളവിടെ കണ്ടു. അത് നല്ലൊരു നൈസായിരുന്നു. അത് ആക്ച്വലി നമ്മളവിടെ ചെന്ന് ടയേർഡായപ്പോൾ ആരോ കൊണ്ടുവച്ച ലേസ് നമ്മൾ അവിടെ നിന്നെടുത്ത് കഴിച്ചു വരുന്നു. കാരണം തിരിച്ചു വരാൻ എനർജി വേണ്ടേ. നമ്മൾ ഈ പുള്ളിയുടെ പുറകെ തന്നെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. നമ്മൾ എത്തിക്കഴിഞ്ഞു ഓൾമോസ്റ്റ്. അവിടെ വീഡിയോ ഒന്നും അലൗഡ് അല്ല. നമ്മൾ അവിടെ ചെന്നാൽ ഈ മേലെ കാണുന്നതാണ് അതിൻ്റെ എൻട്രൻസ്. അവിടെ ചെന്നാൽ നമ്മുടെ ചെരുപ്പ്, ക്യാമറ, ബാഗെല്ലാം ലോക്കർ റൂമിൽ വെക്കുക. ബെയർ ഫൂട്ടിലായിരിക്കണം.
അങ്ങനെ അവിടെ തൊഴുത് തിരിച്ച് നമ്മൾ 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു 5 മണിയായപ്പോൾ തിരിച്ച് നമ്മൾ എത്തി. അന്ന് ഭൂട്ടാനിൽ സ്റ്റേ ചെയ്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ബാക്ക് ടു നമ്മുടെ സ്ഥലത്തെത്തി. സോ വൺ ഓഫ് ദ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഭൂട്ടാൻ. എല്ലാവരും പോയി കാണണം പറ്റുന്നവരൊക്കെ. സോ ഇതെൻ്റെ ആദ്യത്തെ ട്രാവൽ വ്ലോഗാണ്. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കൈൻഡ്ലി ഇഗ്നോർ മൈ ഫ്ലോസ്. സോ പുതിയൊരു സ്ഥലത്തെ പുതിയ വീഡിയോയുമായി വീണ്ടും സന്ധിക്കും വരെ വണക്കം. താങ്ക്സ് ഫോർ വാച്ചിങ്.